നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി ഇടപാടിൽ നടന്നത് അഴിമതിയാണെന്നും മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും പ്രതികരിച്ച് മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ നിയമസഭയിൽ സംസാരിക്കുന്നത് തടഞ്ഞത്. സ്പീക്കർ ചെയ്തത് അംഗത്തിന്റെ അവകാശ ലംഘനമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലാണ് പിണറായിക്കെതിരെയും സ്പീക്കർക്കെതിരെയും മാത്യു കുഴൽനാടൻ വിമർശനം ഉന്നയിച്ചത്. ഇന്നലെ നിയമസഭയിൽ മാസപ്പടി വിഷയം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം സ്പീക്കർ തടഞ്ഞിരുന്നു. 1000 കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ പാട്ടത്തിന് CMRL സർക്കാർ അനുമതി നൽകുകയായിരുന്നു. 2004 പാട്ടത്തിന് നൽകിയത്. പിന്നീട് അനുമതി സ്റ്റേ ചെയ്തു. VSന്റെ കാലത്ത് കരിമണൽ പാട്ടം പൊതുമേഖലയിൽ മാത്രമാക്കി. CMRL അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധിയുണ്ടായി. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. തുടർന്ന് CMRL പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിനെ ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. 2016 ഏപ്രിൽ 8 പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും 2016 ഡിസംബർ 20 മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL നിന്ന് പണം എത്തി തുടങ്ങിയെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. 2004 മുതൽ LDF, UDF സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം കൊണ്ട് പൊതുമേഖലയിൽ മാത്രം മതി എന്നാണ്. 2018 വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. CMRL പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും ചെയ്തില്ല. CMRL പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. നയം മാറുമ്പോൾ എല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരെ വന്നുകൊണ്ടിരുന്നു. ഇതിനിടെ കേന്ദ്ര സർക്കാർ തീരുമാനം വന്നു. 2019 ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി. മറ്റെല്ലാ അനുമതികളും റദ്ദാക്കാനും കേന്ദ്ര നയം ആവശ്യപ്പെട്ടു. 12/4/2019 CMRനുള്ള പാട്ട അനുമതി റദ്ദാക്കുകയായിരുന്നു. അന്ന് CMR മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. CMRL കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു. CMRL നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടപെടൽ നടത്തിയത്. മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 2019 എഴുതിയെന്ന് മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നുവെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പോയെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. എക്സാലോജി കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അഴിമതി ആരോപണം സഭയിൽ വരാതിരിക്കാൻ സ്പീക്കറുടെ ഓഫീസ് ആദ്യം മുതൽ ശ്രമിച്ചിരുന്നു. അഴിമതി ആരോപണം ഉന്നയിക്കാനുണ്ടെന്ന് ഇന്നലെ രാവിലെയാണ് മാത്യു സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചത്. രേഖകൾ മേശപ്പുറത്ത് വയ്ക്കാനുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ഒറിജിനൽ കിട്ടാതെ ആരോപണം ഉന്നയിക്കാൻ അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി. സഭയ്ക്കുള്ളിൽ ആരോപണം ഉന്നയിക്കാൻ അവസരം നൽകിയില്ലെന്ന് മാത്യുവിന് ഉറപ്പായിരുന്നു. എങ്കിലും ആരോപണത്തിനെതിരെ സ്പീക്കർ പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് വിഷയം സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.